നമസ്കാരം. നമ്മളിപ്പോൾ ഉള്ളത് മൈക്ക് മേറ്റ് സ്റ്റുഡിയോയിലാണ്. പ്രിയപ്പെട്ട നിതിനും ജിജിയും ചേർന്നാണ് ഈ സംരംഭം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അവർക്കെല്ലാ അഭിവാദ്യങ്ങളും പ്രാരംഭമായിട്ട് അറിയിക്കുന്നു. ഇന്ന് ഞങ്ങൾ ഡാലസിലുള്ള 2 വൈദികരാണ് ഒരുമിച്ച് ഇവിടെ സംഭാഷണം നടത്തുന്നത്. പ്രിയപ്പെട്ട ജോബി അച്ചൻ എന്നറിയപ്പെടുന്ന തോമസ് മാത്യു അച്ചൻ ആണ് നമ്മുടെ കൂടെ ഉള്ളത്. അല്പസമയം നമുക്ക് ഒരുമിച്ച് ചെലവഴിക്കാനുള്ള ഒരു അവസരം കൂടെയാണ്. അച്ഛൻ ബാക്കി കാര്യങ്ങൾ പറഞ്ഞ് നമുക്കിപ്പോൾ ഇതൊക്കെ ആരംഭിക്കാം. അതെ 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 അച്ഛൻ പറഞ്ഞതുപോലെ തന്നെ പ്രിയപ്പെട്ട നിതിൻ, ജിജി സഹോദരങ്ങൾ വളരെയധികം ദീർഘവീക്ഷണത്തോടു കൂടി തുടങ്ങിയിരിക്കുന്ന ഈ സ്റ്റുഡിയോയുടെ ഭാഗമായിട്ട് ആളുകൾക്ക് എൻ്റർടൈൻമെൻറ്റായിട്ടും നല്ല ചിന്തകളായിട്ടുമൊക്കെ ചില പ്രോഗ്രാമുകളുമായിട്ട് നടത്തുന്ന ഈ ദിൽഖുഷിൻ്റെ സന്തോഷം എല്ലാവർക്കും മനസ്സിന് സന്തോഷം നൽകട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആദ്യം തന്നെ ആശംസിക്കുകയാണ്. ഇനി വരാൻ പോകുന്ന ഈ ഫ്ലോറിൽ വരാൻ പോകുന്ന എല്ലാവർക്കും, അതുപോലെ തന്നെ ആ വരുന്ന ആളുകൾ പറയുന്നത് കേൾക്കുന്ന എല്ലാവർക്കും ഒരുപാട് സന്തോഷങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുകയാണ്. എന്തായാലും ഇവിടുത്തെ 2 കൊച്ചച്ഛന്മാർ ഇവിടെ ഇരിക്കുമ്പോൾ ആൾക്കാർക്ക് താല്പര്യം കാണും ഞങ്ങളൊന്ന് പരിചയപ്പെടാൻ. അപ്പം അച്ഛനെ തന്നെ ഒന്ന് പരിചയപ്പെടുത്തുവാണെങ്കിൽ നമുക്ക് തുടങ്ങാമായിരുന്നു. തീർച്ചയായിട്ടും. എൻ്റെ പേര് റിജിൻ രാജു എന്നാണ്. ഞാൻ മാർത്തോമ സഭയിലെ ഒരു വൈദികനാണ്. ഡാലസിലെ സെൻറ്റ് പോൾസ് മാർത്തോമ പള്ളിയുടെ വികാരിയാണ്. ഇപ്പോൾ ഏതാണ്ട് 9 മാസമായിട്ട് അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്യുന്നു. ഞങ്ങൾ മാർത്തോമ അച്ഛന്മാർ സാധാരണ 3 വർഷത്തേക്കാണ് US ശുശ്രൂഷയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ എൻ്റെ ആദ്യത്തെ വർഷമാണ്. ഇപ്പോൾ 9 മാസം പിന്നിട്ടു. എൻ്റെ ഫാമിലിയായിട്ട് ഞങ്ങളിവിടെ ഉണ്ട്. ഭാര്യ, 2 ആൺമക്കൾ. ഞങ്ങൾ കഴിഞ്ഞ മെയ് മാസം മുതൽ ഇവിടെ ശുശ്രൂഷ ചെയ്യുന്നു. താങ്ക് യു അച്ഛൻ. ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് അച്ഛൻ പറഞ്ഞതുപോലെ ജോബി അച്ഛൻ എന്നാണ് എല്ലാവരും സ്നേഹത്തോടെ വിളിക്കുന്നത്. നാട്ടിൽ എൻ്റെ വീട് പത്തനംതിട്ട ജില്ലയിലെ കോന്നിയാണ്. മാർത്തോമ അച്ഛന്മാരിൽ നിന്നും അല്പം വ്യത്യസ്തമായിട്ട് നിങ്ങൾക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയതിന് ശേഷം അമേരിക്കയിലേക്ക് വരുന്നു. ഞങ്ങൾ അമേരിക്കയിൽ വന്നതിന് ശേഷം അപ്പോയിൻമെൻറ്റ് കിട്ടുന്നു. ഇവിടെ 2017 എത്തി. 2018 ഇവിടുത്തെ ഇടവക ശുശ്രൂഷ ആരംഭിച്ചു. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഡാളസിലും കുറച്ച് നാൾ ഷിക്കാഗോയിലുമായിട്ട് ശുശ്രൂഷ ചെയ്തു വരുന്നു. കുടുംബത്തിൽ ഭാര്യയുണ്ട്, 3 കുഞ്ഞുങ്ങൾ, 2 പെൺമക്കൾ, ഒരു മകൻ. ഇത്ര പേരാണ് അമേരിക്കയിലുള്ളത്. ശുശ്രൂഷകളൊക്കെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു. ദൈവാനുഗ്രഹത്താൽ സോഫാർ നല്ല ആരോഗ്യത്തോടെ സന്തോഷത്തോടെ മുമ്പോട്ട് പോകുന്നു. ഈ അച്ഛനെക്കുറിച്ച് ഞാൻ കേട്ടപ്പോൾ സാധാരണ ഈ വല്ലപ്പോഴും മാത്രം ഭൂമിയിലേക്ക് ജനിക്കുന്ന ചില മനുഷ്യരുണ്ട്. അവരെ സർവകലാവല്ലഭന്മാർ എന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന വിധത്തിലുള്ള ആളുകൾ. അച്ഛനെ സംബന്ധിച്ച് കേട്ടപ്പോൾ അച്ഛൻ ഒരു ക്രിക്കറ്റ് താരമാണ്, പാട്ട് എഴുതുന്ന ആളാണ്, പാട്ട് പാടുന്ന ആളാണ്. എന്നാൽ സാധാരണ അച്ഛന്മാർക്ക് കിട്ടാത്ത ഒരു ഗുണം ഒരു മിമിക്രി കലാകാരൻ കൂടെയാണ്. സാധാരണ അങ്ങനെയുള്ളവരെ കണ്ടെത്തുക വളരെ അപൂർവമാണ്. അപൂർവങ്ങളിൽ അപൂർവമായി എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇത്രയും കലാരംഗത്തും അതുപോലെ കായിക രംഗത്തും ഒരുപോലെ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള അച്ഛൻ തീർച്ചയായിട്ടും കലാവല്ലഭൻ തന്നെയാണ്. കായിക വല്ലഭൻ എന്ന് വിളിക്കാമെങ്കിൽ അങ്ങനെയും അച്ഛനെ വിളിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എങ്ങനെയാണ് അച്ഛൻ ഇത്രയും ഒരു കായിക രംഗങ്ങളിലൊക്കെ നിൽക്കുമ്പോൾ തന്നെ ഈ വൈദിക ശുശ്രൂഷയിലേക്ക് വരാനുള്ള അച്ഛൻ്റെ പ്രചോദനത്തെക്കുറിച്ചൊന്ന് പറഞ്ഞുകൊണ്ട് നമുക്കിപ്പോൾ ഇതൊക്കെ സംഭാഷണത്തിലേക്ക് കാണാം. അച്ഛൻ പറഞ്ഞതിനകത്തിൽ ഒരു എല്ലാത്തിനും പ്രാഗൽഭ്യം തെളിയിച്ചു എന്ന് പറയുന്നത് എന്നെ അടുത്തറിയുന്നവർക്ക് എത്രമാത്രം ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രാഗൽഭ്യമില്ല, എല്ലാത്തിലും കൈവച്ചിട്ടുള്ള ഒരാളാണ്. ഇതിൻ്റെ കാരണം അച്ഛൻ പറഞ്ഞതുപോലെ നമ്മളൊക്കെ പല ആളുകളുടെയും ഇൻസ്പിറേഷൻ സ്റ്റോറീസൊക്കെ കേൾക്കും. ഇന്ന ആളാണ് എന്നെ മോട്ടിവേറ്റ് ചെയ്തതെന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അതിനൊക്കെ വ്യത്യസ്തമായിട്ട് എൻ്റെ അമ്മയാണ് ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെയൊക്കെ ഒരു പിന്നിൽ ഉള്ളൊരു ശക്തി. നമ്മൾ വിചാരിക്കും അമ്മ ക്രിക്കറ്റ് പ്ലെയർ ആയതെന്ന് വിചാരിക്കും. പക്ഷെ അങ്ങനെയല്ല. അമ്മയുടെ ഒരു വലിയ ഉപദേശം ഇതായിരുന്നു: നിങ്ങളെവിടെ ചെന്നാലും നിങ്ങളെ മാറ്റി നിർത്തരുത്. പക്ഷേ ഒരു 12ാം ക്ലാസ് പഠിക്കുന്നത് വരെ ഒരു കാര്യത്തിലും താല്പര്യമില്ലാത്ത ഒരാളായിരുന്നു ഞാൻ. ഓട്ട മത്സരത്തിൽ പോയാൽ ഏറ്റവും പിന്നിൽ ഫിനിഷ് ചെയ്യുന്ന ആളായിരുന്നു ഞാൻ. പാട്ട് മത്സരത്തിൽ പോയാൽ 4 പേര് മത്സരിച്ചാൽ 3ാമത്തെ ആൾക്കും തേർഡ് കിട്ടിയാൽ പിന്നെ ബാക്കി വരുന്ന ഒരാളായിരുന്നു ഞാൻ. അപ്പം അങ്ങനെ ഒരു കാര്യത്തിലും ഒരു താല്പര്യമില്ലാതെ മത്സരിക്കാനുള്ളൊരു ആഗ്രഹമില്ലാതെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന സമയത്തും ഈ ഒരു സാധനം മനസ്സിൽ ഇങ്ങനെ കിടക്കും.
മാറ്റി നിർത്തരുത്. അപ്പോഴും അച്ഛനാകാനും ആഗ്രഹമുണ്ടെങ്കിലും അതും ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ്. പക്ഷേ 12ാം ക്ലാസ് കഴിഞ്ഞ സമയത്താണ് കൂടെ ഉള്ളവരെല്ലാവരും മാസ്കുലിനാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് പക്ഷേ ആ ഒരു സാഹചര്യം മാത്രമില്ല. അപ്പോൾ അങ്ങനെ ആഗ്രഹിച്ചാണ് പല കാര്യങ്ങളിലേക്കും ചെന്ന് ചാടുന്നത്. ആ സമയത്താണ് അനശ്വരനായ ജയൻ മരണം സംഭവിച്ചതിന് ശേഷം 20ാമത്തെ വാർഷികം. അപ്പം വർഷം കൃത്യമായിട്ട് എനിക്ക് ഓർമ്മയില്ല. ആ സമയത്താണ് 2-3 സിനിമകൾ ജയൻ്റെ പേരിൽ അപരന്മാരെ വെച്ചുകൊണ്ട് 2-3 സിനിമകൾ റിലീസ് ചെയ്യുന്നു. അപ്പം അന്നാണ് എൻ്റെ പ്രായത്തിലുള്ള ഒരുപാട് പേര് മിമിക്രിയിലേക്ക് തിരിയുന്നത്, മിമിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും മിമിക്സിലേക്ക് തിരിയുന്നതും സ്കൂൾ കോമ്പറ്റീഷൻസിലൊക്കെ മത്സരിക്കുന്നത്. അപ്പം അങ്ങനെ ജയനെ അവതരിപ്പിച്ചുകൊണ്ടാണ് ആദ്യം മിമിക്സ് ആരംഭിക്കുന്നത്. മിമിക്സാണ് ആദ്യം ആരംഭിക്കുന്നത്. സ്പോർട്സിനേക്കാളും മുമ്പ് മിമിക്സാണ്, പാട്ടിനേക്കാളും മുമ്പ് മിമിക്സാണ്. അപ്പം അങ്ങനെ ജയനെ അവതരിപ്പിച്ചുകൊണ്ട് ആരംഭിച്ചു. അപ്പോൾ അങ്ങനെ ഓരോ സ്കൂൾ യൂത്ത് ഫെസ്റ്റിവലുകളും കാണാൻ പോകുമായിരുന്നു ഞാൻ. സ്കൂൾ തലം, ഡിസ്ട്രിക്ട്, സ്റ്റേറ്റ് തലമൊക്കെ കാണാൻ പോകുമായിരുന്നു. അപ്പോൾ എല്ലാ സ്ഥലത്തും മിമിക്സ് മത്സരത്തിന് പ്രത്യേക കാണികളാണ്. ഒരുപാട് ആളുകൾ, സെലിബ്രിറ്റികൾ ഉൾപ്പെടെ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ആഗ്രഹം, ആ സ്റ്റേജിൽ നിൽക്കണം എന്ന് ആഗ്രഹം. പക്ഷെ അങ്ങനെ ഒരു വലിയ സ്റ്റേജിൽ നിൽക്കാൻ പറ്റിയത് കോളേജിലെത്തിയപ്പോഴാണ്. രമേശ് പിഷാരടി പോലെയുള്ള മിമിക്രി ആർട്ടിസ്റ്റുകളുടെ മുമ്പിൽ അങ്ങനെ കോളേജ് വെച്ച് മിമിക്സ് ചെയ്യാൻ തക്കവണ്ണം സാധിച്ചു. അതിനുശേഷമാണ് ഈ മറ്റു കാര്യങ്ങളൊക്കെ കൈവയ്ക്കാൻ ആരംഭിക്കുന്നത്. അപ്പം അങ്ങനെ ക്രിക്കറ്റിലേക്ക് വന്നു. ഞാൻ മലയാളം മാസ്റ്റേഴ്സ് MA മലയാളം പഠിച്ച സമയത്തും അധ്യാപകരെ ഒക്കെ എഴുതാനൊക്കെ ഒരുപാട് പ്രചോദിപ്പിക്കുമായിരുന്നു. അങ്ങനെ അന്ന് എഴുതാൻ താല്പര്യമില്ലായിരുന്നു. കാര്യം നമുക്ക് സ്വാഭാവികമായിട്ടും യൗവന പ്രായത്തിൽ അവർ പറഞ്ഞ് പൂർണ്ണമായിട്ട് അങ്ങോട്ട് അംഗീകരിക്കുമ്പോഴത്തേക്കിനും നമ്മളെന്തോ കുറഞ്ഞു പോകുന്ന പോലൊക്കെ തോന്നുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് അതിനുശേഷമാണ് എഴുതാനും ആരംഭിക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് എൻ്റേതായുള്ള രീതിയിൽ എഴുത്തുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം ഏകദേശം ഒരു 60-നടുത്ത് നാടകങ്ങൾ എഴുതി അവതരിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. സംവിധാനം ചെയ്തിട്ടുള്ള, അഭിനയിച്ചിട്ടില്ല, സംവിധാനം ചെയ്തിട്ടുള്ള ഒരാളാണ്. കാര്യം ഏത് സ്കൂൾ യൂത്ത് ഫെസ്റ്റിവൽ വരുമ്പോഴത്തേക്കിനും നമ്മുടെ ജൂനിയറായിട്ടുള്ള പിള്ളേരെല്ലാം ഓടി നമ്മുടെ അടുത്ത് വരും, ഒരു നാടകം എങ്ങനെയെങ്കിലും. അത് അമച്വർ ആണെങ്കിലും അല്ലാതെ അമച്വർ നാടകങ്ങളും അതുപോലെ തന്നെ ഈ കോമ്പറ്റീഷൻ നാടകങ്ങളും ഒക്കെ ചെയ്തിട്ടുണ്ട്. അങ്ങനെയാണ് എഴുത്തിലേക്ക് വരുന്നത്. പിന്നീട് അല്ലാതെയുള്ള ആർട്ടിക്കിളുകളും ഒക്കെ വന്നു. പിന്നെ പാട്ടിലേക്ക് കടക്കുകയായിരുന്നു. 60 നാടകങ്ങളൊക്കെ പറയുമ്പം അത് ചെറിയ കാര്യമല്ല. അതെ അതെ. ജയനെ തുടങ്ങി എനിക്ക് തോന്നുന്നു സഭാപിതാക്കന്മാരെ ക്രിസ്തോസം തിരുമേനിയൊക്കെ അച്ഛൻ അനുകരിക്കുമെന്നുള്ളതാണ് ഞാനിവിടെ പൊതുവെ കേട്ട ഒരു കാര്യം. അതൊരു വലിയ ഒരുപാട് ആളുകൾക്ക് ഡിമാൻഡുള്ള ഒരു സംഗതിയായിരുന്നു ക്രിസ്തോസ്റ്റം പിതാവിൻ്റെ ഒരു സാഹചര്യം. കാര്യം നമ്മൾ അച്ഛനായിട്ട് നിൽക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഞാൻ അച്ഛനായ സമയത്തോ അല്ലെങ്കിൽ അതിന് 1-2 വർഷത്തിന് ശേഷമാണ് ക്രിസ്തോസ്റ്റം പിതാവ് കാലം ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് താല്പര്യമുള്ളൊരു ശബ്ദമായിരുന്നു ക്രിസ്തോസ്റ്റം പിതാവിന്. അതുകൊണ്ട് ഒരുപാട് പേരെ ഡിമാൻഡ് ചെയ്ത് ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട്. ശരി. അതുപോലെ അച്ഛൻ്റെ പാട്ടുകളാണേലും ഞാൻ അച്ഛൻ്റെ പാട്ടുകളൊക്കെ കേൾക്കുകയുണ്ടായി. അപ്പം വളരെ വളരെ മീനിങ്ഫുള്ളായിട്ട് തോന്നി. പ്രത്യേകിച്ചൊരു നമ്മുടെ ശമൂലച്ചനെ കുറിച്ച് എഴുതിയ ഒരു പാട്ടൊക്കെ, അതിൽ ആടുകളുടെ വേദന വേണ്ടി ആൾത്താരുടെ മുമ്പിൽ പ്രാർത്ഥിക്കുന്ന ആ ഒരു ഇടയൻ എന്ന നിലയിൽ. അപ്പോൾ ഈ കലാജീവിതവും ഈ വൈദിക ജീവിതവും കൂടെ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഈ ഓർത്തഡോക്സ് ട്രഡീഷനിലൊക്കെ നമ്മുടെ ഈസ്റ്റേൺ ട്രഡീഷനിൽ പൊതുവെ ഒരു എന്താ പറയുക, കല അതിൻ്റെ ഒരു ഭാഗമാണ്. ചിത്രകലയാണെങ്കിലും സംഗീതമാണെങ്കിലും എനിക്ക് തോന്നി ധാരാളം കോൺട്രിബ്യൂഷൻ ഈ മ്യൂസിക്കിൻ്റെയും ആർട്ടിൻ്റെയും ഒക്കെ തലത്തിൽ കൊടുത്ത ഒരു സംഭവമായിട്ട് നമുക്ക് സഭയെ ചിത്രീകരിക്കാമെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് ഐക്കണുമായിട്ട് ബന്ധപ്പെട്ട ഐക്കണിൻ്റെ ആ മനോഹാരിത, അതുപോലെ സംഗീതമാണെങ്കിലും ഇപ്പോൾ 8 നിറത്തിലൊക്കെ അല്ലെങ്കിൽ 8 ട്യൂണിലൊക്കെ പാട്ട് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതൊരു വലിയ റിച്ച് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പം ബൈബിളിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ തന്നെ ബൈബിളിലെ പ്രവാചകന്മാര് കലാകാരന്മാരെ കവികളായിരുന്നു ശരിക്കും. പ്രോഫറ്റ്സ് വെർ റിയലി പോയറ്റ്സ്. ഇപ്പൊ യേശുവിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ തന്നെ യേശു ഒരു കലാകാരനായിരുന്നു. കഥ പറഞ്ഞു, ഇടയ്ക്ക് സ്തോത്രം പാടി, നിലത്ത് വരയ്ക്കുന്നുണ്ട്, സ്തോത്രം പാട്ട് പാടുന്നുണ്ട്. ഞാനിടയ്ക്ക് ഇങ്ങനെ കരുതാറുണ്ട്, ഈ വെള്ളത്തിന് മീതെ നടന്ന ഒരു തരത്തിലൊരു മാജിക്കായിരുന്നു. ശിഷ്യന്മാരെ അവരെ ഒന്ന് അമ്പരപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശം കൂടെ അതിനകത്ത് എൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കണം. അപ്പോൾ തീർച്ചയായിട്ടും കർത്താവ് ഒരു കലാകാരനായിരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഇപ്പം നമ്മുടെ ചില ആളുകൾക്കൊക്കെ ഈ ഇതുമായിട്ട് കലയുമായിട്ടൊക്കെ നമുക്ക് ബന്ധപ്പെടാമെന്നൊക്കെ ചോദിക്കുന്നതായിട്ടുള്ള ആളുകളുണ്ടാവാം. എന്നാൽ
ഒരു കലാകാരൻ ഒരു വൈദികനാകുമ്പോൾ തീർച്ചയായിട്ടും ആ മിനിസ്ട്രിക്ക് തന്നെ ഒരു കളറുണ്ടാവും അല്ലേ? അപ്പോൾ അതിനെക്കുറിച്ച് അച്ഛൻ എന്താ ഒരു അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ അത് നമ്മളൊരു ഇൻക്ലൂസീവ് ആക്കി കളയുന്നതിനേക്കാൾ നല്ലത് കലാകാരനല്ലാത്തവരായിട്ട് ആരും ലോകത്തിലില്ല. അതെ ആഹാ നമ്മൾ ചെയ്യുന്നതെല്ലാം കലയാണ്. ഒരാൾ മഴ നനഞ്ഞ് പുറത്ത് നടക്കുന്നു എന്ന് പറഞ്ഞാൽ ഉം ഉം. നമ്മളെല്ലാവരും മഴ നനഞ്ഞിട്ടുള്ളവർ. അതെ അതെ മഴ നനഞ്ഞ് നടക്കാൻ ഒരാൾ ആഗ്രഹിക്കുന്നത് ഒരു കലയാണ്. അതെ അതെ അയാളുടെ ഉള്ളിൽ കലയുള്ളത് കൊണ്ട് ആ, ഒരാൾക്ക് കരയാൻ പറ്റുന്നുണ്ടെങ്കിൽ, നല്ല സന്തോഷം വരുമ്പോഴോ പ്രയാസം വരുമ്പോഴോ ഒരാൾക്ക് കരയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ഒരു കലയാണ്. അപ്പോൾ അത് ഒരു വൈദികന് മാത്രമല്ല, എല്ലാവരും കലാകാരന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് വൈദിക ശുശ്രൂഷയിൽ നമുക്ക് പ്രത്യേകിച്ച് നമുക്കറിയാമല്ലോ, നമ്മുടെ മലങ്കര ട്രഡീഷണൽ ഏത് സഭയിൽ നോക്കിയാലും പാട്ടുകളില്ലാത്ത അതെ. ശുശ്രൂഷകളില്ല. അതെ, നമ്മൾ അതെ. വി ഹാവ് ടു സിങ് സോങ്സ്. അതെ അതെ നമ്മൾ പാട്ട് പാടിയേ പറ്റൂ. അതെ. അങ്ങനെ ഒരു സാഹചര്യം നമ്മളെല്ലാവരും കലാകാരന്മാരായി പോവും. അതുപോലെ തന്നെ ഈ വരയ്ക്കുക എന്ന് പറയും. ഉം, ഉം. വരയ്ക്കുക എന്ന് പറയുമ്പോൾ ഞങ്ങളെ പലപ്പോഴും സെമിനാരി വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ കളിയാക്കുന്ന ഒരു കാര്യമായിരുന്നു. ആ, ലാംഗ്വേജ് പഠിക്കുമ്പോൾ ഓ ഓ ആൽഫബറ്റ് എഴുതിക്കൊണ്ടിരിക്കുമ്പം പടം വരയ്ക്കുവാണോ എന്ന് ചോദിക്കുമായിരുന്നു. അധ്യാപകരൊക്കെ നമ്മളെ കളിയാക്കുന്ന അങ്ങനെ. അപ്പോൾ നമ്മൾ ഈ വരയ്ക്കുന്നത് എഴുതുന്നത് ഇന്ന അക്ഷരമാണെന്നോ അത് എങ്ങനെ പ്രൊനൗൺസ് ചെയ്യണമെന്നോ അറിഞ്ഞിട്ടൊന്നും ആയിരിക്കത്തില്ല ഈ അക്ഷരങ്ങൾ എഴുതുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ അത് പടം വരയ്ക്കുന്നത് പോലെ എന്തൊക്കെയോ വരച്ചു വെക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പോൾ അച്ഛൻ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തേ, സത്യത്തിലെ ഈ അച്ഛൻ പറഞ്ഞല്ലോ നന്മയുള്ള മനുഷ്യർക്കാണ്, ഇപ്പോൾ ഉള്ളിൽ കലയുള്ളവർക്കാണ് ഇവൻ മഴ നനയാൻ പോലും സാധിക്കുന്നത്, അല്ലെങ്കിൽ കരയാൻ സാധിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ ലോകത്തിൻ്റെ പല പ്രശ്നങ്ങളും മാറണമെങ്കിൽ ഉള്ളിലുള്ള നമ്മുടെ ആ കലാബോധത്തെ ഒന്ന് അല്ലേ ഉണർത്തിയാൽ മതിയാവും. അവരെ നമ്മൾ അതെ, അതെ, അതെ. സഹൃദയത്വം എന്നൊക്കെ വിളിക്കുന്ന ആ ഒരു സംഭവം അല്ലേ? അതും ഒരു പരിധി വരെ ഇപ്പോഴതൊരു ഈ എന്താ പറയുക, അതിനെ ഒരു ഗ്രൂപ്പിസത്തിലേക്ക് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം നമ്മൾ കാണുന്നുണ്ട്. കാരണം ക്ലാസിഫൈ ചെയ്യുക. ആ, ആ, കല എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഒരാളുടെ കലയെ നമ്മൾ ആസ്വദിക്കണമെങ്കിൽ ആ ആൾ പറയുന്ന അഭിപ്രായം ഞാൻ അംഗീകരിച്ചെങ്കിൽ മാത്രമേ അവൻ്റെ കലയെ ഞാൻ അംഗീകരിക്കൂ എന്നുള്ള സാഹചര്യമാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. നമുക്ക് കേരള രാഷ്ട്രീയം ചിന്തിച്ചാൽ തന്നെ മനസ്സിലാകും. ചില ആളുകളുടെ സിനിമ നമ്മൾ ഒരുപാട് എൻജോയ് ചെയ്ത് കണ്ടിട്ടുള്ളവരായിരിക്കും. പക്ഷേ ആ ആളുടെ രാഷ്ട്രീയ തീരുമാനങ്ങളോ രാഷ്ട്രീയമായിട്ടുള്ള അവരുടെ ചില പ്രസ്താവനകളോ കാണുമ്പോൾ അവർ പിന്നീട് സിനിമ കാണൽ നിർത്തുന്നതും, ഇന്ന ആളുടെ തമാശ കേട്ടാൽ ഞാനിനി ചിരിക്കില്ല എന്ന് പറയും, ഇന്ന ആളുടെ പുസ്തകങ്ങൾ ഞാനിനി വായിക്കില്ല എന്ന് പറയുന്ന സാഹചര്യങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അപ്പോൾ അതിനെ ഈ സെപ്പറേറ്റ് ചെയ്ത് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ചിലപ്പോഴൊക്കെ വരാറുണ്ട്. ക്ലാസിഫൈ ചെയ്ത് വെക്കും. എനിക്ക് കാണാൻ പറ്റുന്നത് എൻ്റെ അഭിപ്രായത്തോട് ചേർന്ന് നിൽക്കുന്നവരുടെ സിനിമകൾ മാത്രമാണ്, അവരുടെ തമാശകൾ മാത്രമേ ഞാൻ എൻജോയ് ചെയ്യും എന്നൊക്കെ ഒരു സാഹചര്യത്തിലേക്കൊക്കെ വരാറുണ്ട്. അച്ഛൻ പറഞ്ഞത് ഈ ഒരു എക്സ്ക്ലൂസീവിസം അല്ലേ? എക്സ്ക്ലൂസീവിസം നമുക്ക് നഷ്ടപ്പെട്ടു. കല എന്ന് പറയുന്നതിനെ കലയായി അംഗീകരിക്കാനുള്ള ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ കുറച്ചും കൂടി ഓപ്പൺ ആവണം. നമ്മൾ അതിൻ്റെ തുറക്കേണ്ടിയിരിക്കുന്നു. അത് വലിയ വിഷയമാണ്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കേരള സമൂഹത്തെക്കുറിച്ച് പ്രത്യേകിച്ച് നമ്മൾ പറയുമ്പോൾ സമൂഹത്തിൻ്റെ ഒരു മൊത്തത്തിൽ അന്തരീക്ഷം മാറി കുറച്ചുകൂടെ. പണ്ടത്തെ ആ ഓപ്പൺനെസ് ഇപ്പോൾ മനുഷ്യന് കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. മനുഷ്യർ തമ്മിലുള്ള അകലം വർദ്ധിച്ചു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈവൻ അതിപ്പോൾ സഭകൾ തമ്മിലാണെങ്കിലും മതങ്ങൾ തമ്മിലാണെങ്കിലും ഒക്കെ ഉള്ള അകൽച്ച വളരെ കൂടിയിട്ടുണ്ട്. ആരൊക്കെയോ അതിൻ്റെ പിന്നിൽ ഒരു പക്ഷേ രാഷ്ട്രീയ നേട്ടം കൊയ്യുന്നുണ്ടാവാം. പക്ഷേ അതൊരു വളരെ അപകടകരമായ ഒരു സാഹചര്യമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ മനുഷ്യനെ സത്യത്തിൽ ഒന്നിപ്പിക്കുന്നത് ഈ കലയും കായികവും അങ്ങനെ ഉള്ള എല്ലാം എനിക്ക് തോന്നുന്നു. ഈവൻ ഈ നമ്മുടെ ഇൻവെൻഷൻസ്, സയൻറ്റിഫിക് ഇൻവെൻഷൻസ് പോലും നമുക്ക് ഉണ്ടായിട്ടുള്ളതെല്ലാം മനുഷ്യനെ ഒന്നിപ്പിക്കാൻ വേണ്ടിയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ഫാദറൊക്കെ ഗൾഫ് ജോലി ചെയ്യുന്ന സമയത്ത് തൊട്ടടുത്ത വീട്ടിൽ രാവിലെ 4 മണിക്ക് പോയി ഇരുന്ന് ട്രങ്ക് ബുക്ക് ചെയ്ത് നമ്മൾ വീട്ടിലുള്ള എല്ലാവരും കൂടെ ഫോൺ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ പക്ഷേ നമ്മുടെ വീട്ടിൽ എല്ലാവരുടെ കയ്യിലും ഫോണുണ്ട്. പക്ഷേ പരസ്പരം സംസാരിക്കാനുള്ള സാഹചര്യം ഈ ഫോൺ ഇതെല്ലാം കണ്ടുപിടിച്ചത് നമ്മുടെ സമയം കുറയ്ക്കാനും കമ്മ്യൂണിക്കേഷൻ കൂട്ടാനും വേണ്ടിയാണ്. എല്ലാം പക്ഷെ കുറഞ്ഞു വരുന്നു. അരകല്ലിൽ അരയ്ക്കുന്ന ചമ്മന്തിക്ക് സ്പീഡ് കുറവായതുകൊണ്ടും രുചി കുറവായതുകൊണ്ടുമാണ് കുറച്ചും കൂടി എഫിഷ്യൻ്റായിട്ട് അരയ്ക്കാൻ വേണ്ടി മിക്സർ ഗ്രൈൻഡറുകളൊക്കെ കണ്ടുപിടിച്ചത്. പക്ഷേ രുചി കൂടുന്നില്ല എന്നുള്ളത് മാത്രമല്ല, മറ്റേതിൻ്റെ അത്ര രുചിയിലേക്ക് വരുന്നില്ല എന്നുള്ളതും വേറെ സത്യമാണ്. ഈ മീഡിയയുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പം അടുത്തിടെ ഒരു സംവാദം ഞാനിങ്ങനെ ശ്രദ്ധിക്കുകയായിരുന്നു. അപ്പം അതിലിങ്ങനെ പറയുന്നത് 2 പേര് തമ്മിൽ ഈ മീഡിയ വഴി നല്ല അടുപ്പമാണ്, പരിചയമാണ്, കൂട്ടാണ്. അങ്ങനെയുള്ള 2 പേര് പക്ഷേ ഒരുമിച്ച് കണ്ടാൽ അവർക്ക് സംസാരിക്കാനൊന്നുമില്ല. അതെ അതെ അതെ. അപ്പോൾ അവർ വാട്സാപ്പിൽ കൂടെ ചാറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളിലൂടെ ചാറ്റ് ചെയ്യുന്നു. പക്ഷെ ഒരുമിച്ച് കണ്ടാൽ സംസാരിക്കാനൊന്നുമില്ല. ഇപ്പോൾ അടുത്തടുത്ത മുറിയിലാണെങ്കിൽ തന്നെ സംസാരിക്കുന്നതിനേക്കാളും കൂടുതൽ
ഈ എന്താണ് മൊബൈൽ ഉപയോഗിച്ചുള്ള കമ്മ്യൂണിക്കേഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതെ. സത്യത്തിൽ മനുഷ്യർ തമ്മിലുള്ള അല്ലേ ബന്ധങ്ങളുടെ സമവാക്യങ്ങളെല്ലാം മാറി മറിയുന്നു എന്നുള്ള മൗലികത നഷ്ടപ്പെടുന്നു. മൗലികത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ തമ്മിലുള്ള ഏറ്റവും ഈ ഓർഗാനിക് റിലേഷൻസ് ചിലപ്പോഴൊക്കെ നഷ്ടപ്പെടുന്നതായിട്ട് തോന്നാറുണ്ട്. ഇപ്പോൾ ഒരു തമാശയായിട്ട് പറയാറുണ്ട്, രണ്ടുപേര് തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരാൾ പലപ്പോഴും ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുന്ന സാഹചര്യമായിരിക്കും. ഒരാൾ വന്നിട്ട് പറയുകയാണ്, എടാ കുറച്ച് നേരം ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് തമ്മിൽ സംസാരിക്കാം എന്ന് പറഞ്ഞാൽ അതിനൊരർത്ഥമേ ഉള്ളൂ, ഈ പറഞ്ഞ ആളുടെ ഫോണിൻ്റെ ചാർജ് തീർന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പം അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് വന്നു. ഓർഗാനിക്കായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് എല്ലാം നമ്മളിൽ നിന്ന് ഇല്ലാതെയായിപ്പോയി. അത് പറയുമ്പോൾ രാജ്യാന്തര കമ്മ്യൂണിക്കേഷൻ കുറച്ചുകൂടെ വർദ്ധിക്കുന്നു. എനിക്കറിയത്തില്ല, ഇപ്പോൾ ഈ അടുത്തിടെ കേരളത്തിൽ നിന്ന് കേട്ട ഒരു സംഭവം, ഒരു കൊറിയക്കാരനായ സുഹൃത്ത് മരിച്ചു എന്നതിൻ്റെ പേരിൽ കേരളത്തിലൊരു പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നുള്ളതാണ്. ഒരുപക്ഷെ ആ പെൺകുട്ടി കണ്ടിട്ടുള്ള ആളാണോ എന്ന് നമുക്കറിയില്ല. പക്ഷേ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ അടുത്തുള്ള ആളുകൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുമ്പോൾ തന്നെ മനുഷ്യരുടെ കമ്മ്യൂണിക്കേഷൻ ലോകത്തിന്റെ ടേസ്റ്റ് പോലും വ്യത്യാസപ്പെടുന്നുണ്ട്. ആളുകൾ തമ്മിലുള്ള ടേസ്റ്റ് പോലും അവരുടെ വീടുകളിൽ ഇരുന്നു കൊണ്ട് അവർ ടേസ്റ്റ് രൂപപ്പെടുത്തുന്ന ഒരു കാലഘട്ടത്തിലേക്ക് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇപ്പം എനിക്കൊന്ന് വീടുകളിലെ ടേസ്റ്റുകളും ഇപ്പം മനുഷ്യൻ കൂടുതൽ പുറത്തോട്ടിറങ്ങി കേരളത്തിലെ ഒരു സാഹചര്യമാണെങ്കിലും റെസ്റ്റോറൻറ്റുകളൊക്കെ ഒത്തിരി വർദ്ധിച്ചിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പണ്ട് ഇപ്പോൾ എൻ്റെയൊക്കെ പേരൻസ് ആണെങ്കിൽ അല്ലെങ്കിൽ അവരുടെ പേരൻസൊക്കെ ആണെങ്കിലും പുറത്തെവിടെയെങ്കിലും പോയാൽ വീട്ടിൽ വന്നിട്ട് പിന്നെ ഭക്ഷണമുള്ളൂ. വീട്ടിൽ കിട്ടുന്നതാണ് ഏറ്റവും വലുത് എന്ന് കരുതിയിരുന്നൊരു കാലം. അപ്പം ആ കാലം മാറി. ഇപ്പോൾ എല്ലാവരും കുറച്ചുകൂടെ ഭക്ഷണശീലങ്ങളെല്ലാം നേരെ തിരിഞ്ഞില്ലേ. ഇപ്പം പണ്ടൊരിക്കലും ഒരു വാട്സാപ്പ് ഫോർവേഡ് മെസ്സേജ് വന്നത് ഓർക്കുന്നത് എങ്ങനെയാണ്, പണ്ട് വീടിൻ്റെ അകത്ത് കിച്ചൺ, അവിടെ ഭക്ഷണം ഉണ്ടാക്കുകയും വീടിൻ്റെ പുറത്ത് ടോയ്ലറ്റ് വരുന്നു. ഇന്ന് ഭക്ഷണം വീടിൻ്റെ പുറത്തുനിന്നും കഴിക്കുകയും ടോയ്ലറ്റ് വീടിനകത്തുമായി. നേരെ ഓപ്പോസിറ്റായി ഭക്ഷണശീലങ്ങൾ വരെ. അതെ മനുഷ്യൻ്റെ എല്ലാ ശീലങ്ങളും ഇങ്ങനെ മാറി വരികയാണ്. അപ്പോൾ പിന്നെ അപ്പോൾ ഈ നമ്മുടെ സ്പിരിച്വാലിറ്റിക്കും മാറ്റം വരുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ഒരുപക്ഷെ പണ്ടുള്ളതിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, മനുഷ്യൻ്റെ സ്വാർത്ഥ താല്പര്യങ്ങൾ സാധിക്കുന്ന ഒന്നായി ദൈവവിശ്വാസവും അങ്ങനെയുള്ള കാര്യങ്ങളും മാറുന്നില്ലേ എന്നുള്ളതാണ്. അപ്പോൾ പിന്നെ എൻ്റെ വിശ്വാസം എൻ്റെ മാത്രം വിശ്വാസമാകുന്നു, മറ്റൊരുവൻ്റെ വിശ്വാസം വെറുക്കപ്പെടേണ്ടതും എതിർക്കപ്പെടേണ്ടതുമാകുന്നു എന്നൊക്കെയുള്ള സിറ്റുവേഷനിലാണ് മനുഷ്യർ തമ്മിലുള്ള അത്തരം കൊടുക്കൽ വാങ്ങലുകളൊക്കെ വളരെ കുറയുകയാണ്. അതുപോലെ ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഇപ്പോൾ ഒരു ക്ഷേത്രത്തിൻ്റെ മുമ്പിൽ ഒരു പള്ളിയിലെ ഒരു പ്രദക്ഷിണത്തിന് സ്വീകരണം കൊടുക്കുകയോ അല്ലെങ്കിൽ നേരെ തിരിച്ച് സംഭവിക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഇപ്പോൾ അത് വലിയ വാർത്തയാണ്. പണ്ടൊരു സാധാരണ കാര്യമായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ വാർത്താ പ്രാധാന്യമുള്ള ഒരു കാര്യമായിട്ട് മാറുന്നു. പണ്ട് സ്വാഭാവികമായിരുന്നത് ഇപ്പൊ അതിന്റെ ആ സ്വാഭാവികത നഷ്ടപ്പെടുന്നു എന്നുള്ളതിന്റെ ഒരു അടയാളം കൂടെ. അതിൽ തന്നെ നമുക്ക് ഇപ്പോൾ ഒരു എക്സ്റ്റേണലായിട്ടുള്ള ബഹുമാനത്തെക്കാൾ ഉപരി ഈ ഇന്റേണൽ ബഹുമാനങ്ങൾ നമുക്ക് കുറഞ്ഞു വരും. കാര്യം ഒരു ക്രൈസ്തവ വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ ഹൈന്ദവ വിശ്വാസികൾക്കിടയിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വിശ്വാസ ഒരു സംഹിതയുടെ കൂടെ നിൽക്കുന്ന ഒരു ഗ്രൂപ്പിന്റെ ഇടയിൽ തന്നെ ഈ വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ ഏറ്റക്കുറച്ചിലുകൾ വന്നിട്ടുണ്ട്. ഇപ്പം അച്ഛൻ മുമ്പ് പറഞ്ഞതുപോലെ കാര്യസാധ്യം അത് സാധിച്ചില്ലെങ്കിൽ വിശ്വാസമില്ലാത്തൊരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് നമുക്ക് ഈ അടുത്ത സമയത്താണ് കോവിഡ് പോലെയുള്ള സാഹചര്യങ്ങൾ കടന്നു വന്നതിന് ശേഷം വളരെയധികം ഒരു ഡ്രാസ്റ്റിക് ചേഞ്ചാണ് ഈ വിശ്വാസ ജീവിതത്തിൽ പലർക്കും സംഭവിച്ചത്. പലരും സൂചിപ്പിക്കുമ്പോൾ, പ്രത്യേകിച്ച് അമേരിക്കയിലെ ദേവാലയങ്ങൾ പലയിടത്ത് പോകുമ്പോഴും അച്ഛാ കോവിഡിന് ശേഷം ഞങ്ങൾ പോക്ക് നിർത്തി, കോവിഡിന് ശേഷം അച്ഛൻ കോവിഡിൻ്റെ സമയത്തും ഞാൻ ഡാലസിലെ ഒരു ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന സാഹചര്യം. അച്ഛാ കോവിഡ് ആയതുകൊണ്ടാണ് എന്ത് ചോദിച്ചാലും കോവിഡ് ആയതുകൊണ്ടാണ് എന്നൊരു സാഹചര്യം പറയുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. പക്ഷെ അതുകൊണ്ട് നമ്മൾ എന്തൊക്കെയോ ഒരു കാരണം നോക്കിയിരുന്നത് പോലെയാണ്. അപ്പോൾ പേരൻസ് ആയാലും ചെറിയ പ്രായത്തിൽ നമ്മളെ പഠിപ്പിക്കുന്നത്, നിനക്ക് എന്തെങ്കിലും ആഗ്രഹം വരുന്നെങ്കിൽ നീ പോയി ചോദിക്കുക, നിനക്ക് കിട്ടും. അതിനുവേണ്ടി നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും പല ആളുകളും നമ്മളെ തെറ്റായിട്ട് ധരിപ്പിക്കുന്ന ഒരു കാര്യം അത് തന്നെയാണ്. നമ്മൾ ദേവാലയത്തിൽ പോകുന്നത് പ്രാർത്ഥിക്കാനാണ്. പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുന്നത്, സൂപ്പർ മാർക്കറ്റിൽ പോകുക, നമ്മളുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് കൊണ്ട് സ്വൈപ്പ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോവുക, ഇതാണ് ഉദ്ദേശം. ആ ഒരു ലാഘവത്തോടു കൂടിയാണ് പലരും ദേവാലയത്തിൽ വരുന്നത്. അവിടെ വന്ന് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ, പ്രത്യേകിച്ച് നോമ്പെടുക്കുന്ന കാര്യങ്ങൾ പോലും പലരും ഉൾക്കൊള്ളുന്ന അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴാണ്
അങ്ങനെ ഒരു സാഹചര്യം ഇല്ല. അതെ അതെ ദേവാലയത്തിൽ പോയില്ലെങ്കിലും കുർബാനയിൽ അറ്റൻഡ് ചെയ്യാം എന്നാണ് ഈ കോവിഡിന്റെ കാലഘട്ടം അതെ പലരെയും പഠിപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കിനും ആ ഒരു എക്സ്പീരിയൻസിന്റെ നിർബന്ധമില്ലാതായിപ്പോയി. ഇപ്പൊ എല്ലായിടത്തും നമുക്ക് ഓൺലൈൻ കുർബാനകൾ മർത്തോമ സഭയിൽ എത്ര ഫ്ലറിഷാണോ എനിക്ക് അറിഞ്ഞുകൂടാ. നമുക്ക് എല്ലായിടത്തും ഒരു ആഴ്ചയിൽ തന്നെ അച്ഛൻ ഞാൻ ഇന്ന പള്ളിയിലെ നാട്ടിലെ കുർബാന കണ്ടു, ന്യൂയോർക്കിലെ കുർബാന കണ്ടു, ഹ്യൂസ്റ്റണിലെ കുർബാന കണ്ടു, 3 കുർബാന ഞാൻ വീട്ടിൽ ഇരുന്നുകൊണ്ട് കണ്ടു, അതുകൊണ്ട് ഞാൻ പള്ളിയിൽ പോകുന്നില്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. അതെ 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 അത് ശരിയാ. എന്തായാലും പക്ഷേ ഈ കോവിഡ് ഒരു എന്താണ് മനുഷ്യന്റെ ജീവിതത്തെ എനിക്ക് തോന്നുന്നു നല്ലതായിട്ട് വിഭജിച്ചിട്ടുണ്ട്. കാഴ്ചപ്പാടുകളെയാണെങ്കിൽ തന്നെ ഒരു കാലത്ത് ഈ ഹ്യൂമൻ ആസ് എ സെൻറ്റർ എന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ, എന്താ ക്രൗൺ ഓഫ് ക്രിയേഷൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നിന്ന് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു മാറ്റം അതിന് സംഭവിച്ചിട്ടുണ്ട്. കാരണം ഹ്യൂമൻ അത്ര വലിയ കാര്യമൊന്നുമല്ല, ഈ മൊത്തം സൃഷ്ടിയുടെ ആ ചങ്ങലയിൽ ഒരു വെറും കണ്ണി മാത്രമാണ് എന്ന് സത്യത്തിൽ തെളിയിക്കുകയായിരുന്നു കോവിഡ് ചെയ്തത്. ഒരു എന്താണ് വൈറസ് വിചാരിച്ചാൽ വീട്ടിലിരിക്കാവുന്നുള്ളതേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ കാഴ്ചപ്പാടുകൾ അല്ലേ മാറിയിട്ടുണ്ട്. അതെ, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ കോവിഡിൻ്റെ സമയത്ത് എനിക്ക് കിട്ടിയൊരു, എവിടെ നിന്നാണെന്ന് എനിക്ക് കൃത്യമായിട്ട് ഓർമ്മയില്ല, എനിക്കൊരു കിട്ടിയൊരു ചിന്ത ഇങ്ങനെയാണ്. നമ്മൾ ഈ നമ്മുടെ വീട്ടിൽ ഒരുപാട് കീടങ്ങൾ വരുമ്പോൾ കീടനാശിനി നമ്മൾ കളിക്കാറുണ്ട്. അത് ചില കീടങ്ങൾ ചത്തുപോകും, ചില കീടങ്ങൾ ജീവനും രക്ഷപ്പെടും. അതുപോലെ ദൈവം തമ്പുരാൻ അല്ലെങ്കിൽ ഒരു പ്രാപഞ്ചിക ശക്തി നടത്തിയ ഒരു കീടനാശിനിയാണ്. അതിൽ ദൈവം തമ്പുരാൻ ഉദ്ദേശിച്ച അത്ര ആളുകൾ തീർന്നു. ബാക്കിയുള്ളവരൊക്കെ ഇനിയെങ്കിലും മര്യാദക്കൊക്കെ ജീവിക്കണം എന്നുള്ള ഒരു സന്ദേശമാണ് എനിക്ക് ഈ കോവിഡിൽ നിന്നും കിട്ടിയത്. അതെ 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 അതിവിടെ വളരെ പ്രധാനമാണ്. എന്നാൽ അതേസമയം അങ്ങനെ ആ മരിച്ചവരെല്ലാം ദൈവത്തിന്റെ ആ ഒരു ശിക്ഷാവിധി അനുഭവിച്ചവരും രക്ഷപ്പെട്ടൊരു വ്യാഖ്യാനവും അങ്ങനെ ചിന്തിക്കാനും പാടില്ല. കാരണം നമ്മൾ കീടനാശിനി അടിക്കുമ്പോൾ ആ കൂട്ടത്തിൽ ഇപ്പോൾ ഉറുമ്പ് വരെ തടിച്ചു കഴിഞ്ഞാൽ ആ കൂട്ടത്തിൽ ഏറ്റവും ദുഷ്ടനായ ഉറുമ്പായിരിക്കത്തില്ല ചിലപ്പോൾ മരിക്കുന്നത്, ഏറ്റവും ദുഷ്ടം ചിലപ്പോൾ രക്ഷപ്പെടും. അതെ 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 റാൻഡം ആയിട്ടുള്ളൊരു ഡിസ്ട്രക്ഷൻ ആണ് അവിടെ നടക്കുന്നത്. കർത്താവ് ചോദിച്ചതുപോലെ ആ ശീലോഹാമിലെ ഗോപുരം വീണ മരിച്ചവരെക്കാളും നിങ്ങളത്ര എന്നുള്ളതാണ് ഒരു സംഗതി. പക്ഷെ എന്തായാലും ഈ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് മാറ്റം ഉണ്ടായി എന്നുള്ളതാണ്. ആത്മീയത അല്ലെ മൊത്തത്തിൽ കാഴ്ചപ്പാടുകളൊക്കെ മാറി എന്നുള്ളതാണ്. ഈ അച്ഛൻ്റെ ഈ കലാജീവിതവും സഭാജീവിതവും എങ്ങനെയാണ് ഈ സഭ ഇത് ഒരുമിച്ച് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടോ? ഈ ശുശ്രൂഷയിൽ ഈ കലാപരമായ കഴിവുകൾ പ്രയോജനമാകുന്നുണ്ടോ ഈ വിധത്തിൽ, പ്രത്യേകിച്ച് യുവജനങ്ങളെയൊക്കെ ഒന്ന് ആകർഷിക്കാനോ അങ്ങനെ എന്തെങ്കിലും കാര്യത്തിനൊക്കെ ഈ അച്ഛൻ്റെ ഇടപെടൽ, പ്രത്യേകിച്ച് ക്രിക്കറ്റ് കളിക്കാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു പള്ളിയിൽ വന്നൊരു ഫോർമൽ മീറ്റിങ്ങിൽ കിട്ടുന്നതിനേക്കാൾ ഒരുപക്ഷെ അച്ഛനെ കുറച്ചുകൂടെ യൂത്തിനെയൊക്കെ കളിക്കളത്തിലായിരിക്കാം കിട്ടുക എന്ന് മാത്രമല്ല, ഒരുപക്ഷെ ഈ കളിക്കളങ്ങൾക്ക് അതിൻ്റെ ഒരു പ്രത്യേകതയുണ്ടല്ലോ. നാനാജാതി മതസ്ഥർക്ക് ഒരുമിച്ച് നിൽക്കാൻ ഇപ്പോൾ കഴിയുന്ന പ്ലാറ്റ്ഫോമുകൾ കളിക്കളങ്ങളും അത് തിയേറ്ററുകളും അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളാണല്ലോ. അപ്പോൾ ഒരു കളിക്കളത്തിലൊക്കെ ചെല്ലുമ്പോൾ കുറച്ചുകൂടെ ഒരു ആളുകളുമായിട്ട്, പ്രത്യേകിച്ച് യുവജനങ്ങളുമായിട്ടൊക്കെ ഒന്ന് മിങ്കിൾ ചെയ്യാനും അച്ഛൻ്റെ ഒരു സാന്നിധ്യം, ഒരു വൈദികൻ്റെ സാന്നിധ്യം തീർച്ചയായിട്ടും ഒരു മാറ്റവും ഒരു പ്രത്യേകതയും ആയിരിക്കുമല്ലോ, പ്രത്യേകിച്ച് അല്ലേ? അപ്പം അത് എൻ്റെ അഭിപ്രായത്തിൽ ഞാനത് മിങ്കിൾ ചെയ്യാൻ ഇതുവരെ ശ്രമിച്ചിട്ടുള്ള ഒരാളല്ല. എൻ്റെ ഗ്രൗണ്ടിൽ നമ്മൾ ഇറങ്ങിയാൽ, ഞാൻ ക്രിക്കറ്റ് മാത്രമല്ല, ഞാൻ വോളിബോൾ പ്ലെയറാണ്, ബാഡ്മിൻ്റനും കളിക്കും. ബാഡ്മിൻ്റൺ പ്രൊഫഷണലായിട്ട് കളിക്കാറില്ലെന്ന് മാത്രമല്ല, വോളിബോൾ ടൂർണമെൻറ്റിലൊക്കെ കളിക്കാൻ പോകുന്നത്. നമ്മൾ കോർട്ടിൽ ഇറങ്ങിയാൽ എൻ്റെ പള്ളിയിലുള്ള എൻ്റെ യൂത്തിൻ്റെ കൂടെ ആണെങ്കിൽ പോലും നമ്മൾ ഇറങ്ങിയാൽ ക്യാപ്റ്റൻ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മാറി നിൽക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ ക്യാപ്റ്റൻ പറയുന്ന അനുസരിച്ച് ആ പൊസിഷനിൽ നമ്മൾ കളിക്കുക എന്നുള്ളതാണ്. അവിടെ നമ്മൾ എടാ നീ ഇന്ന് ക്രിക്കറ്റ് കളിക്കാൻ വന്നില്ല, നാളെ പള്ളി വരണം, ആ ഒരു രീതിയിൽ രണ്ടും കൂടെ മിങ്കിൾ ചെയ്യുന്ന ആ ഒരു രീതിയല്ല ഞാൻ. പിന്നെ സ്നേഹം കൊണ്ട് നമ്മൾ പരസ്പരമുള്ള ഇത്ര നേരം ഇടപെട്ടത് കൊണ്ട് പിന്നീട് അച്ഛനോട് മിണ്ടാനുള്ള ആഗ്രഹം കൊണ്ട് പിന്നീട് പള്ളി വരുന്നവർ ഉണ്ടാവാം. പക്ഷെ അത് ഞാൻ യൂസ് ചെയ്തിട്ടില്ല ഇതുവരെ. പക്ഷെ അങ്ങനെ ഒരു മിങ്കിൾ ചെയ്യേണ്ട ആവശ്യമുണ്ടെന്നും എനിക്ക് തോന്നിയിട്ടില്ല. കാരണം ഈ രണ്ട് സ്ഥലത്തും രണ്ട് രീതിയിലുള്ള ഫോർമേഷൻ നടക്കുന്നുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് സ്പോർട്സ് സെല്ലിൽ നിന്ന് വന്നുകൊണ്ടായിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. കാരണം സ്പോർട്സ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്. അത് എനിക്ക് തോന്നുന്നു ദേവാലയത്തിൽ നമുക്ക് കിട്ടുന്ന ഫോർമേഷൻ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മളെല്ലാവരും എല്ലാ യൂത്തും ഏതെങ്കിലുമൊക്കെ രീതി, ഞാനിപ്പം പള്ളിയിൽ തന്നെ പറയാറുണ്ട്, ഏതെങ്കിലുമൊക്കെ രീതിയിൽ ഏതെങ്കിലും ഒരു സ്പോർട്സിൻ്റെ ഭാഗമാകണം നിങ്ങൾ. അത് നിങ്ങളുടെ ശരീരം നന്നാക്കാൻ വേണ്ടി മാത്രമല്ല, നമ്മുടെ ശരീരം നന്നാക്കുന്നത് മാത്രമല്ല, അതിനേക്കാൾ ഉപരി നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രിൻസിപ്പിൾസ് നമ്മളെ പഠിപ്പിക്കുന്ന ഒരുപാട് പരസ്പരമുള്ള ഷെയറിങ്. എനിക്ക് ജയിക്കണം എന്നുള്ളതിനേക്കാൾ കൂടുതൽ നമുക്ക് ജയിക്കണം എന്നൊരു ചിന്ത വരുന്നത് അതുപോലെ തന്നെ തോൽക്കാൻ വി ഹാവ് ടു അക്സെപ്റ്റ് അവർ ഫെയിലിയേഴ്സ് ഓൾസോ.
അതും അതിൻ്റെ പൂർണ്ണമായ സെൻസോടെ, നിരാശയില്ലാതെ, മറ്റുള്ളവരോട് ദേഷ്യമില്ലാതെ തോൽവിയെ അംഗീകരിക്കാനുള്ള ഒരു മനോഭാവം ഉണ്ടാകുന്നത് ഈ ഗ്രൗണ്ടുകളിൽ നിന്നാണ്. ഇത് ഒരുപാട് കാര്യങ്ങൾ, ഇതിനേക്കാൾ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ക്രിക്കറ്റിൽ തന്നെ നമ്മുടെ പിന്നിൽ നിൽക്കുന്ന 3 വിക്കറ്റുകൾ ഇത് നഷ്ടപ്പെടാതെ മറ്റുള്ളവരുടെ ആക്രമണങ്ങളെ മുഴുവൻ നമ്മൾ നേരിടണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തെ നമ്മൾ സംരക്ഷിച്ച് പിടിച്ചുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വരുന്ന എല്ലാ ആക്രമണങ്ങളെയും നമ്മൾ നേരിടണം തന്നെ അവിടെ പഠിപ്പിക്കുന്നത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഓട്ടത്തിനിടയിൽ നമ്മളെ ചിലപ്പോൾ അവരെ ചതിച്ചൗട്ടാക്കാനുള്ള സാധ്യതയുണ്ട്, റണ്ണൗട്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ആ റണ്ണൗട്ട് ആകാതിരിക്കാനുള്ള ഓട്ടവും നമ്മൾ കൃത്യമായിട്ട് ഓടിയില്ലെങ്കിൽ ചിലപ്പോൾ അതും ചതിക്കപ്പെടും. ഇതെല്ലാം പഠിപ്പിക്കുന്നത് സ്പോർട്സിൽ തന്നെ. അപ്പം അതുകൊണ്ട് ഇത് രണ്ടും എനിക്ക് തോന്നുന്നില്ല മിങ്കിൾ ചെയ്യേണ്ട വസ്തുതകളാണ് എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അഥവാ ദേവാലയത്തിൽ നിന്ന് ഒരു പക്ഷേ ദേവാലയത്തിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന, ഒരിക്കലും നമുക്കറിയാം നമ്മുടെ ആരാധനകൾ അത്രമാത്രം കമ്മ്യൂണിക്കേറ്റീവ് അല്ല. നമ്മളോട് നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ തീരെ കുറവാണ്. ആത്മീയതയിലേക്കൊക്കെ നമ്മൾ ഇറങ്ങി ചെന്ന് അതിനായിട്ട് മിങ്കിൾ ചെയ്ത് കഴിയുമ്പോഴേ നമുക്ക് പൂർണ്ണമായ അർത്ഥത്തിലൊരു കമ്മ്യൂണിക്കേഷൻ ആരാധന പലപ്പോഴും നടക്കുന്നത്. പലരും ഒരു 90% ആളുകളും സ്പെക്ടേറ്റേഴ്സാണ്. അൺഫോർച്ചുനേറ്റ്ലി എനിക്ക് അത് പറയുന്നതിന് സങ്കടം ഉണ്ടെങ്കിൽ ഞാൻ പറയുകയാണ്, ഒരുപാട് ആളുകൾ സ്പെക്ടേറ്റേഴ്സാണ്. പക്ഷെ അതിനേക്കാൾ ഉപരി സ്പോർട്സിലേക്ക് വരുമ്പോൾ 90% ആളുകൾ നേരെ തിരിച്ചാണ്, അതിനകത്ത് ഇൻവോൾവ് ആണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് രണ്ടും തമ്മിൽ മിങ്കിൾ ചെയ്യുന്നതിനകത്തിൽ എത്രമാത്രം അർത്ഥമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ എനിക്കൊന്നൊരു ഒരു അകൽച്ചയുടെ ഒരു എലമെന്റ് മാറുമെന്നാണ് എൻ്റെ ഒരു ധാരണ. കാരണം വൈദികരെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇങ്ങനെ എന്താ പഴയ ഒരു കാഴ്ചപ്പാടൊക്കെ സമൂഹത്തിൽ ഇങ്ങനെ ഇച്ചിരി ഒരു ഉയർന്നു നിൽക്കുന്നു എന്ന് ഉള്ള എങ്ങനെ ഒരു ഐഡിയ. അപ്പൊ അതുകൊണ്ട് തന്നെ ആളുകളധികം അങ്ങനെ ഇടപെടാനായിട്ട് ഭയക്കുകയോ മടിക്കുകയോ, പ്രത്യേകിച്ച് യുവജനങ്ങളൊക്കെ ചിലപ്പോൾ ഒരു പള്ളിയോടും പട്ടക്കാരോടും ഒക്കെ ഒരു അകലം കാണിക്കുന്ന ഒരു സാഹചര്യത്തിൽ അപ്പോൾ ഒരു വൈദികൻ നമ്മുടെ ഇടയിൽ എന്ന് പറയുന്നത് ഇപ്പൊ അത് ഒരു വലിയൊരു ആഗ്രഹം അച്ഛനാകുന്നതിന് മുമ്പ് തൊട്ടേ, അച്ഛനാവാൻ ആഗ്രഹം വന്നപ്പോൾ തന്നെ ഉള്ളൊരു ആഗ്രഹം നമ്മുടെ ഭൂമിയിൽ കാല് സ്പർശിച്ച് നിൽക്കുന്ന ഒരു മനുഷ്യനാകണം എന്നുള്ള ആദ്യത്തെ ആഗ്രഹം. അങ്ങനെ നിൽക്കുന്ന ഒരു അച്ഛനാവണമെന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളുമായിട്ട് ഇങ്ങനെ നേരിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നമുക്ക് ഇതുകൊണ്ട് പറ്റുന്നുണ്ട്. അപ്പോൾ എനിക്കൊന്നു നമ്മൾ എല്ലാ സാഹചര്യത്തിലും, ഇപ്പം സ്പോർട്സ് മാത്രമല്ല, അച്ഛൻ എഴുതുന്ന ഒരാളാണ്. അപ്പോൾ നമ്മൾ എഴുത്തിൽ കൂടിയാണെങ്കിൽ പോലും ഒരുപാട് ആളുകളുമായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റും. അപ്പം അത് പുസ്തകം എഴുതുന്നത് മാത്രമല്ല, ഇപ്പം നമ്മളൊരു പ്രസംഗം പറയണമെങ്കിൽ പോലും നമ്മളതിൻ്റെ ഒരു സ്ക്രിപ്റ്റ് തയ്യാറാക്കിയതിന് ശേഷമാണ് നമ്മൾ സെമിനാരി പഠിപ്പിക്കുമ്പോൾ തന്നെ അച്ഛനും സെമിനാരി പഠിപ്പിച്ചിട്ടുള്ള ഒരാളാണ്. പഠിപ്പിക്കുമ്പോഴും എനിക്ക് തോന്നുന്നു എന്നെ പ്രീച്ചിങ് പഠിപ്പിച്ചുള്ള അധ്യാപകൻ ഏറ്റവും കൂടുതൽ പറഞ്ഞിട്ടുള്ളത്, നിനക്ക് എന്ത് തിയോളജി അറിയാമെന്നുള്ളതല്ല നീ പ്രസംഗിക്കേണ്ടത്, മുമ്പിലിരിക്കുന്ന അമ്മച്ചിക്ക് എന്ത് കിട്ടുന്നു എന്നുള്ളതാണ് പ്രസംഗിക്കേണ്ടതെന്ന് പറയാറുണ്ട്. അപ്പോൾ എന്ന് പറയുന്നത് പോലെ നമ്മൾ അപ്പോഴും ചിന്തിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ചമത്കാരം അത് മറ്റൊരാളിലേക്ക് എത്തണം. ആ കമ്മ്യൂണിക്കേറ്റീവ് ആകാൻ വേണ്ടിയാണ് നമ്മൾ ശ്രമിക്കുന്നത്. അത് സ്പോർട്സിലായാലും ആർട്സിലായാലും ഈവൻ നമ്മുടെ സർമൺ പ്രസംഗത്തിലായാലും ആത്മീയതയിലെല്ലാം നമ്മൾ ചിന്തിക്കുന്നത് തന്നെയാണ്. പരസ്പരം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരുമായിട്ടൊന്ന് താതാത്മ്യപ്പെടുക എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾ പ്രസംഗം മാത്രമല്ലല്ലോ, നമ്മളുടെ ശുശ്രൂഷ ഉണ്ടല്ലോ, ഈ വൈദിക ശുശ്രൂഷ എന്ന് പറയുമ്പോൾ പ്രായമായവരെയും രോഗികളെയും ഒക്കെ നമ്മൾ ചെന്ന് കാണുമ്പോൾ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് ആശ്വാസം പറഞ്ഞു കൊടുക്കും. ഒരു വാങ്ങിപ്പോയ അല്ലെങ്കിൽ ഒരു മരണ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കുണ്ടാകുന്ന അവരുമായിട്ടുള്ള ഇടപെടുന്ന സമയത്തൊക്കെ നമ്മൾ കൊടുക്കുന്ന ഒരു കംഫർട്ട് ഉണ്ടല്ലോ, അവർക്കത് അവരുടെ ഉള്ളിലേക്ക് അവരുടെ വിഷമത്തിലേക്ക് നമ്മൾ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മൾ താതാത്മ്യപ്പെടൽ എന്ന് പറയുന്നത്. ആ ഒരു സാഹചര്യം എല്ലാത്തിലും ഉണ്ടാവണം. അച്ഛൻ്റെ ഈ ശുശ്രൂഷയിലെ അനുഭവങ്ങളൊക്കെ ഒന്ന് പറയാം, എവിടെയൊക്കെയായിരുന്നു, അതെങ്ങനെയൊക്കെയാണ്? പ്രത്യേകിച്ച് എനിക്കൊന്ന് ഇന്ത്യയിലും ഇവിടെയും അല്ലേ ആയിട്ട് ശുശ്രൂഷ ചെയ്തപ്പോൾ എനിക്ക് തോന്നുന്നു ഇവിടെ എന്നെക്കാളും കൂടുതൽ അച്ഛനാണ് ഇവിടെ അമേരിക്കയിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു എന്താണ് മാറ്റവും അതിൻ്റെ പ്രത്യേകതകളും അച്ഛൻ്റെ അനുഭവങ്ങളും ഒക്കെ ഒന്ന് പറയണമെന്നല്ലായിരുന്നു. അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള വ്യത്യാസം, പ്രധാനപ്പെട്ട വ്യത്യാസം, നാട്ടിൽ അച്ഛന് കുറച്ചും കൂടെ എനിക്കൊന്ന് വ്യത്യസ്തമായ അനുഭവങ്ങളുണ്ടാകും. കാരണം അച്ഛൻ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ ശുശ്രൂഷ ചെയ്തിട്ടുള്ളത് കൊണ്ട്. പക്ഷെ ഞാൻ ഓർത്തഡോക്സ് സഭയിലെ ശുശ്രൂഷ അനുസരിച്ച് നമ്മൾ ഏകദേശം ഒരേ ഏരിയ തന്നെ ആയിരിക്കും നമ്മുടെ ശുശ്രൂഷകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള ആ ഏരിയയിലെ ആളുകളുടെ മെൻറ്റാലിറ്റി നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാകും, പെട്ടെന്ന് തന്നെ മനസ്സിലാകും. അതിനനുസരിച്ച് കുറച്ചും കൂടി സിമ്പിളാണ്. പക്ഷെ നേരെ തിരിച്ച് അത് അമേരിക്കയിലേക്ക് എത്തിക്കഴിയുമ്പോൾ, ഇപ്പോൾ അമേരിക്കയിൽ മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് എവിടെ പോയാലും നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളെ മുഴുവനും അങ്ങനെയുള്ള ആളുകളിലെ ക്രീമി ലെയർ ആയിട്ടുള്ള ആളുകളാണ് ഇവിടെ വരുന്നത്. ഏറ്റവും തിരഞ്ഞെടുക്കപ്പെട്ട ചില ആളുകൾ, അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള, ഇത്രയും ഏരിയയിലുള്ള ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ആളുകളെയാണ് നമ്മൾ ലീഡ് ചെയ്യാൻ പോകുന്നത്.
അത് ഈ ചെന്ന പള്ളികളിലെല്ലാം എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. പല ജില്ലക്കാർക്കും പല സ്വഭാവമാണ്. അതുപോലെ തന്നെ എന്താ പറയുക, കുടുംബ പാരമ്പര്യങ്ങളൊക്കെ ഇവിടെയും കാത്തു സൂക്ഷിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അപ്പം അത് ഇപ്പം നമുക്കിപ്പോൾ ഒരു പ്രത്യേക ജില്ലയിലാണെങ്കിൽ അവിടുത്തെ ചില ആളുകളെ നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാ നാട്ടിൽ നിന്നുള്ള പല തരത്തിലുള്ള സ്വഭാവം, പല സ്ലാങ്ങുകൾ ഉള്ള ആളുകളെല്ലാം ഇവിടെ ഉണ്ട്. അതൊരു വലിയ വ്യത്യാസമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അച്ഛൻ്റെ ശുശ്രൂഷയെ കുറിച്ച് സംബന്ധിച്ച് ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പോൾ 13 വർഷമായി ശുശ്രൂഷയിലായിട്ട്. ഞാനൊരു ഇടവ വികാരിയായിട്ട് ശുശ്രൂഷ ചെയ്തു, ഒരു മിഷണറിയായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, സ്ഥാപനത്തിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, പ്രൊജക്റ്റിൻ്റെ ഡയറക്ടറായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്, ഒരു സെമിനാരി അധ്യാപകനായിട്ട് ശുശ്രൂഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ വൈവിധ്യമാർന്ന ഒരു ശുശ്രൂഷ തരമായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഈ ആദ്യത്തെ എൻ്റെ സ്ഥലമെന്ന് പറയുന്നത് എറണാകുളം ജില്ലയിലെ കോതമംഗലത്തിനടുത്ത് വടാട്ടുപാറ എന്ന് പറയുന്ന സ്ഥലമാണ്. അത് വളരെ രസകരമായൊരു സ്ഥലമാണ്. അതായത് 2 ഡാമുകൾക്കിടയിലുള്ള സ്ഥലമാണ്. ഈ ഇടമലയാർ ഡാമിനും ഭൂതത്താൻകെട്ട് ഡാമിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലമാണ്. ഇച്ചിരി വനത്തിൽ കൂടെയൊക്കെ നമ്മൾ കയറിപ്പോകണം. വളരെ രസകരമായ ഒരു സാഹചര്യമായിരുന്നു. 3 കൊച്ചു പള്ളിയുടെ ചുമതലയാണ് എനിക്കുണ്ടായിരുന്നത്. അപ്പോൾ അത് വളരെ പാവപ്പെട്ടതായിട്ടുള്ള ആളുകൾ, എന്നാൽ വളരെ സഭാസ്നേഹമുള്ള, ദൈവസ്നേഹമുള്ള കുറേ ആളുകൾ. അവരെ കുറിച്ച് പറയുമ്പോൾ കുറച്ചുകൂടെ ഒരു സെക്യുലർ നേച്ചറുള്ള ഒരു സമൂഹമായിരുന്നു അവർ. പ്രത്യേകിച്ച് വടാട്ടുപാറ എന്ന് പറയുന്ന ഒരു വനത്തിനകത്ത് ഉള്ള ഒരു സ്ഥലമാണ്. അപ്പം അവിടെയുള്ള ആളുകൾ നമ്മൾ നല്ല ബന്ധം, അത് നമുക്ക് ഒരു അക്സെപ്റ്റൻസ് നമ്മുടെ ആളുകളുടെ ഇടയിൽ മാത്രമല്ല, മറ്റ് ഇതര സമുദായങ്ങളുടെ ഇടയിലും നമുക്ക് വലിയ സ്നേഹവും കരുതലും ഒക്കെ ലഭിക്കും. കാരണം അവരതുപോലെ ഇഴുകിച്ചേർന്നാണ് നിൽക്കുന്നത്. അവരുടെ ഇല്ലായ്മകളൊക്കെ പങ്കുവെച്ച് അവിടെ ഇങ്ങനെ ജീവിക്കുന്ന അതൊരു വലിയ ലെസണായിരുന്നു. ഏറ്റവും വളരെ സന്തോഷകരമായ ഒരു കാലഘട്ടമായിരുന്നു. ഒരു പാലിയേറ്റീവിൻ്റെ മിനിസ്ട്രി ഉണ്ടായിരുന്നു. അതുപോലെ ഈ മദ്യപാനത്തിൽ നിന്ന് പുറത്തു വന്നവരുടെ ഒരു ആൽക്കഹോളിക് അനോണിമസിൻ്റെ മിനിസ്ട്രി. അപ്പോൾ അതൊക്കെ വളരെ നല്ല ഒരു അനുഭവമായിരുന്നു. ദിൽഖുഷ്, a sweet from the heart. നിങ്ങളുടെ ശബ്ദം, നിങ്ങളുടെ സിഗ്നേച്ചർ, നിങ്ങൾക്കായി ഒരിടം.